ഹലോ, നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവർക്കും ബീട്രൂട്ട് ഇഷ്ടമാണോ? കൂടുതൽ പേർക്കും ബീട്രൂട്ട് ഇഷ്ടമല്ല. എന്തുകൊണ്ടാണ്? അതിൻ്റെ ആ ടേസ്റ്റും നമുക്ക് കൂടുതൽ റെസിപ്പിയൊന്നും ഇല്ല അല്ലേ ബീട്രൂട്ട് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു അടിപൊളി റെസിപ്പി ആയിട്ടാണ്. ഇഷ്ടമല്ലാത്തവർക്കും ഇഷ്ടമാവുന്ന ഒരു റെസിപ്പി, ബീട്രൂട്ട് ചമ്മന്തി. നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കിയാലോ? അപ്പോൾ വീഡിയോയിലേക്ക് പോകാം. അതിന് ഞാൻ എടുത്തിരിക്കുന്നത് ഒരു ബീട്രൂട്ടാണ്. തൊലി കളഞ്ഞ് അത് ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ച് വെക്കുക. അതിനുശേഷം ഒരു പാൻ എടുത്ത് അതിലേക്ക് ഒരു 3 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കുക. വെളിച്ചെണ്ണ ചൂടായി വരുമ്പം കട്ട് ചെയ്ത് വെച്ച ബീട്രൂട്ട് ഇട്ട് കൊടുക്കുക. എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. കുറച്ചൊന്ന് ഫ്രൈ ആയി വരുമ്പം അതിലേക്ക് ഒരു കഷ്ണം ഇഞ്ചി, കൂടാതെ 6-7 കുഞ്ഞുള്ളി, ചെറിയുള്ളി, 2 അല്ലി വെളുത്തുള്ളി, ഒരു 4-5 കാന്താരി മുളക് ഉണ്ടെങ്കിൽ ഇട്ട് കൊടുക്കുക. എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നു, അതുകൊണ്ട് കാന്താരി മുളക് യൂസ് ചെയ്തു. കൂടാതെ വറ്റൽ മുളക് 2 എണ്ണം, ഒരു ചെറിയ കഷ്ണം വാളംപുളി, കുറച്ച് കറിവേപ്പില, ഇത്രയും ഇട്ട് കൊടുത്ത് നല്ലോണം ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക. ഉള്ളിയൊക്കെ ഒന്ന് ചെറിയൊരു കളർ മാറി വരും. അപ്പോൾ അതിലേക്ക് 1 കപ്പ് തേങ്ങ, ചെറിയൊരു കപ്പാണ് ഞാൻ എടുത്തിട്ടുള്ളത്, തേങ്ങ ഇട്ട് കൊടുത്ത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് ബീട്രൂട്ടുമായിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്യാം. ഒരു 5 മിനിറ്റോളം ഒന്ന് മിക്സ് ചെയ്ത് ചെറിയൊരു ഫ്രൈ ആയി വരും. കൂടുതൽ ഫ്രൈ ആവണ്ട, കുറച്ച് ഫ്രൈ ആയാൽ മതി. അപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഒന്ന് തണുത്ത് വന്നിട്ടാകുമ്പം മിക്സിയുടെ ജാറിലിട്ട് ഒന്ന് അടിച്ചെടുക്കുക. ആവശ്യത്തിന് ഉപ്പ് ഇടുക. ഇത്രയേ ഉള്ളൂ, നമ്മുടെ ബീട്രൂട്ട് ചമ്മന്തി റെഡി. വളരെ സിമ്പിളാണ്. എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തണേ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും വരാം. അതുവരേക്കും എല്ലാവർക്കും ബൈ ബൈ.